കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലെ തൊഴുത്തു പൊളിച്ച് പോലീസ് തിരച്ചിൽ നടത്തി. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടം ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. തിങ്കളാഴ്ച വീണ്ടും ഇവിടെ പരിശോധന തുടരും. സാഗര ജംഗ്ഷനിൽ കൊല്ലപ്പെട്ട വിജയനും കുടുംബവും മുൻപ് താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്ത് കുഴിച്ചാണ് പരിശോധന നടന്നത്. വിജയന്റെ മകൾക്ക് ജനിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്നാണ് പ്രതി നിതീഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം 1.5 മണിക്കൂറോളം നേരം ഇവിടെ പരിശോധന നടത്തിയെങ്കിലും അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് പറഞ്ഞു. എന്തെങ്കിലും ഇതുണ്ടോ? ഇവര് പറഞ്ഞ സ്ഥലം തമ്മിൽ മാറുന്നോ അങ്ങനെയല്ലോ ഉണ്ടോ? നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നാളെ വീണ്ടും സെർച്ച് കണ്ടിരിക്കും. മറ്റു പ്രതികളുടെ അറസ്റ്റിലേക്ക് നമ്മൾ കടക്കും. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, വെരിഫൈ ചെയ്യാനുണ്ട്. വെരിഫിക്കേഷൻ ശേഷം കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണം. നാളെ തുടരും. നിതീഷ് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് സൂചന. ജഡം മറവു ചെയ്തെന്ന് കരുതുന്ന സ്ഥലത്തു നിന്നുള്ള മണ്ണ് ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം തിങ്കളാഴ്ചയും തിരച്ചിൽ തുടരും. 2016 ജനിച്ച് 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലപ്പെട്ട വിജയനും നിതീഷും ചേർന്ന് കൊലപ്പെടുത്തിയത്.